അങ്ങനെ നയൻതാര പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അന്നപൂരണി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനോടൊരു കണക്ഷൻ ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? അതായത് നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവുകളില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നൊരു കാര്യം. അവിടെ നിന്നുകൊണ്ട് നമ്മളെ ആ തള്ളി പറഞ്ഞ മാറ്റി പറഞ്ഞ ആളുകൾ രണ്ട് കൈ നീട്ടി കയറി വട മക്കളെ എന്ന് പറയുന്നത് പോലെ ഇൻവൈറ്റ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വളരുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ആ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയില്ലേ. എന്നെ സംബന്ധിച്ച് അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സിറ്റുവേഷൻസ്, ഞാൻ വലിയ സംഭവമായി എന്നൊന്നുമല്ല പറയുന്നത്, പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിക്കുകയും അത് ഗംഭീരമായിട്ട് ചെയ്യുകയും എന്നെക്കൊണ്ടത് പറ്റുമെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പലരോടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഐ വാസ് നോട്ട് ദി ഫസ്റ്റ് ഓപ്ഷൻ, ബട്ട് ഐ ഓൾവേസ് പ്രൂവ് ദാറ്റ് ഐ വാസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ നയൻതാരയുടെ കഥാപാത്രം അന്നപൂർണി എന്ന് പറയുന്ന കഥാപാത്രം, അവരെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ആളുകളും ഒക്കെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുമ്പോഴും അവർ വിജയിച്ചു വരിക എന്ന് പറയുന്നൊരു കാര്യം അതെനിക്ക് കണക്റ്റായി. അതുകൊണ്ട് തന്നെ സിനിമ എനിക്കൊരു ബോറൻ അനുഭവമായി മാറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ശരിക്കും ഇതൊരു ഡിസ്നിയുടെയൊക്കെ പടം കാണുന്ന പോലെ, ഒരു പ്രിൻസസ് പടം, അതായത് എല്ലാം ഒത്തിണങ്ങി വന്ന എന്ന് പറയുന്നത് പോലത്തെ ഒരു സാഹചര്യത്തിൽ ജനിക്കുന്നു. അവർക്കൊരു സ്പെഷ്യൽ കഴിവുണ്ട്. പക്ഷേ ആ സ്പെഷ്യൽ കഴിവുമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന താൻ ഇതുവരെ ജനിച്ച് ജീവിച്ച് വന്നിട്ടുള്ള ആ സാഹചര്യങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അതിന് ബ്രേക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ അതിന് ബ്രേക്ക് ചെയ്യാൻ അവർ തയ്യാറാവുന്നു. അതിൻ്റെ പേരിൽ അവർ ഈ പറയുന്ന കംഫർട്ട് സോണിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തള്ളിപ്പറയുന്നു. പക്ഷേ വീണ്ടും തൻ്റെ സ്വപ്നത്തിലേക്കുള്ള യാത്ര അവർ തുടരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ വീണ്ടും അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെല്ലാം ഭേദിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി അവരൊരു നേട്ടം കൈവരിക്കുന്നു. ഇത്രേ ഉള്ളൂ പടം. ഇതിലെ പോസിറ്റീവ് ഘടകങ്ങളായിട്ട് തോന്നിയത് പ്രകടനങ്ങളാണ്. എല്ലാവരും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചത്. നയൻതാര ഗംഭീരമാക്കി എന്ന് പറയാനുള്ളതൊന്നുമില്ല. ഈ സിനിമയിൽ എല്ലാവരും ആ ഒരു കറക്റ്റ് സ്കെയിലിൽ അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയത് സിനിമയുടെ സംഗീതം, അത് സിനിമയെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് മോട്ടിവേറ്റിംഗ്, ഇൻസ്പയറിംഗ് മൊമെൻറ്റ്സ് ഒക്കെ സിനിമയിൽ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡിസ്നി പിക്സാർ പരിപാടിയൊക്കെ പോലെയാണ്. അപ്പോൾ ആ ഒരു മോട്ടിവേഷണൽ സാധനങ്ങളൊക്കെ വരുമ്പോൾ അവിടെ മ്യൂസിക് കൊടുക്കുന്നൊരു സപ്പോർട്ട് വളരെ വലുതാണ്. വിഷ്വൽസിൻ്റെ കാര്യം വരുമ്പോഴും മോശമല്ലാത്ത വിഷ്വൽസ് ഒക്കെയാണ്. പക്ഷേ ഭക്ഷണമാണ് ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിലൂടെയുള്ളൊരു യാത്രയാണ്, രുചിയിലൂടെയുള്ള ഒരു യാത്രയാണ്. പക്ഷേ ഭക്ഷണം കൂടുതൽ കാണിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോയിട്ടില്ല. അതാവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ ഭക്ഷണം റിലേറ്റഡ് വിഷ്വൽസ് ഒക്കെ കാണിക്കുമ്പോൾ ഈവൻ യൂട്യൂബ് ചാനലുകളിൽ പോലും വളരെ ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് നമ്മൾ കാണാറുണ്ട്, നാവിൽ കൊതിയൂറുന്ന എന്നൊക്കെ പറയുന്ന പോലത്തെ. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ അത്ര അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്തില്ല എന്ന് എനിക്ക് തോന്നി. അത് കൊടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തീം, സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ തളർത്താൻ ശ്രമിക്കുമ്പോഴും വിജയിക്കാൻ ശ്രമിക്കുന്ന ഒരു നായിക എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ വളരെ ക്ലീഷഡായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പല സിറ്റുവേഷൻസിലൂടെയും സിനിമ കടന്നു പോകുന്നുണ്ട്. എന്നാലും മോശമാക്കിയിട്ടില്ല. പിന്നെ എനിക്ക് ഈ സിനിമയിൽ കുറച്ച് കോമഡി ആയിപ്പോയി എന്ന് തോന്നിയ, അതായത് പറയുന്നു ഒന്ന് പ്രവർത്തിക്കുന്നു ഒന്ന് എന്നൊക്കെ തോന്നിയതും അയ്യേ എന്ന് തോന്നിപ്പോയതുമായ ഒരു കാര്യം എന്ന് പറയുന്നത് ബിരിയാണിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സീക്വൻസാണ്. അതിൽ നയൻതാര ഓൾറെഡി പറയുന്നുണ്ട് ബിരിയാണി ഈസ് ആൻ ഇമോഷൻ. പക്ഷേ ബിരിയാണിയെ അവരൊരു റിലീജിയനിലേക്ക് കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നയൻതാരയുടെ കഥാപാത്രം ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നുണ്ട്. അവരൊരു ഭഗവാന് പ്രസാദം ഉണ്ടാക്കി കൊടുക്കുന്ന എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കുടുംബമാണ്. അപ്പോൾ അവർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ, അല്ല മട്ടൻ ബിരിയാണിയാണെന്ന് തോന്നുന്നു, അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർ നിസ്കരിക്കുന്നുണ്ട്. അതും അതിനെ തുടർന്ന് വരുന്ന ചില ഡയലോഗുകളൊക്കെ ആയിട്ട് ഈ ബിരിയാണിയെ നേരെ കൊണ്ടുപോയി ഒരു മതത്തിലേക്ക് കെട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട സീക്വൻസുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഓഗസ്റ്റ് 15-നും ജനുവരി 26-നൊക്കെ മറ്റേ 3 മതത്തിലുള്ള ആളുകൾ ഷർട്ട് ഇടാതെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ കാണിക്കാറില്ലേ, അത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ക്രിഞ്ച് ഫീലില്ലേ, അതിൻ്റെയൊക്കെ പരിസര പ്രദേശങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഈ ബിരിയാണിയെ ഒരു മതത്തിലേക്ക് കൊണ്ട് കെട്ടുക എന്നുള്ളത്, ബിരിയാണി ഈസ് ആൻ ഇമോഷൻ എന്ന് പിന്നീട് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു മിസ്മാച്ചിങ് സാധനം അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, എന്താണ് എന്ന് തോന്നിപ്പോയി. ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചുമ്മാ ഇരുന്ന് കാണുന്ന ഒരു പടം ഉണ്ടാവുമല്ലോ. അതായത് പടം കാണുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമായിരിക്കും, ഒരാൾ ചിലപ്പോൾ അടുക്കളയിൽ പോയി എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുമായിരിക്കും. അങ്ങനെ പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ പോസ് ചെയ്യാതെ, അതായത് ഇങ്ങനെ എണീറ്റ് പോയി അല്ലെങ്കിൽ വർത്താനം പറഞ്ഞെന്ന് വെച്ച് ഏതോ ഒരു സീൻ മിസ്സായി പോകുമെന്ന് പറയുന്ന പോലത്തെ ഒരു ആകാംക്ഷയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി, അതുപോലത്തെ ഒരു സിനിമയാണത്. എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് എന്നോ അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഒരു ഗുഡ് വാച്ചാണ്. ഇനി നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.